അല്ല മൈ ഗൈസ് കണ്ടൊന്നും ഇല്ലാതെ അരി കുടിക്കാൻ പോവാണ്. അപ്പോൾ വെരി ഗൈസ് നമുക്ക് പോവാം. അങ്ങനെ വിചാരിച്ചതിനെ കേട്ട് അപ്പുറത്തെ വെയിറ്റ് ആട്ടോ ഗൈസ്. നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ശീലമുണ്ട് നമ്മളെ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് പോകണത്. അപ്പോൾ ഓൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണി സ്ഥലത്താക്കിയിട്ടായിട്ട്. അപ്പോൾ ഓനെയും കൂട്ടി നമ്മൾ നേരെ ബാപ്പുട്ടിയാക്കാൻ കടയിലേക്ക് എത്തി. അന്ന് രാവിലെ തന്നെ കടയിലേക്ക് എത്തിനോണ്ട് മൂപ്പര് നല്ല തിരക്കിലേക്ക് അടിച്ചു വരണം കേട്ടോ. എന്നിട്ട് പൊടിച്ചൊക്കെ ഞങ്ങൾ വരാറുണ്ട്. ഞങ്ങൾ നേരെ പോയിട്ട് നമ്മളെ കൂട്ടുകാരുടെ പണി സ്ഥലത്താക്കാൻ കേട്ടോ. ഞങ്ങൾ പമ്പിലെടുത്തിരുന്ന് ഞങ്ങൾ 60 റുപ്യക്ക് അടിച്ചു ഗൈസ്. പിന്നെ ഓനെങ്ങനെ പണി സ്ഥലത്താക്കിയിട്ട് ഞങ്ങൾ പോയത് ഊട്ടി മൈസൂർ കൊടൈക്കനാൽ അങ്ങോട്ടൊന്നുമല്ല ഗൈസ്. ഞങ്ങൾ പോയത് ഈ ബൈപ്പർ മാർക്കറ്റിലേക്കാണ്. നമ്മുടെ ചെക്കനിക്ക് ഫേസ് വാഷ് എടുക്കാനേ വെളുക്കാനേ. അപ്പൊ ഞാൻ പറഞ്ഞ 30 സെക്കൻഡിനുള്ളിൽ എന്ത് പറയാനും എനിക്ക് വാങ്ങി തരുന്നതാണ്. കിക്കേറ്റ് മതിയായിരുന്നു. കിക്കേറ്റ് തേടി നടക്കണം. അവന് പകുതിക്ക് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഗൈസ് അവനക്ക് ഇനി കിക്കേറ്റ് കിട്ടൂല. അപ്പൊ പെട്ടെന്ന് അവൻ ജ്യൂസ് കുടിച്ചു. ഇവിടുന്ന് ഇങ്ങനെ സാധനം വാങ്ങി ഞങ്ങൾ പൈസ കൊടുത്ത് പോയി അടിച്ചാനേ ഒടുക്കത്തെ വിശപ്പാണ്. അപ്പൊ ഇവനാണ് അൽ സുഹൈൽ സുരേന്ദ്രൻ. പിന്നെ ഇവിടുന്ന് അങ്ങനെയാണ് ഞങ്ങൾ പോയത് അരി വാങ്ങാൻ. അരി വാങ്ങാൻ പോയപ്പോ നമ്മൾ കൊണ്ടുകൊടുത്തപ്പോ 610 തിരിച്ചു വാങ്ങാൻ വരുമ്പോണ്ട് 210. അതങ്ങനെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പെരിയെ പോയി ഗൈസ്.